ഗുരുവും വായും കൂടെ ചേർന്നുണ്ടാക്കിയ ഊരാണ് ഗുരുവായൂർ. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആദ്യം തന്നെ ഗണപതിനെ തൊഴുതിട്ട് വേണം പോകാൻ എന്ന് പറയല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോയത്. ഗുരുവായൂരിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എനിക്കായിട്ട് ഗുരുവായൂരപ്പൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്കെന്തോ വെണ്ണ കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ വെണ്ണയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ ഓൾറെഡി ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ വലിയ തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് പോയ ദിവസം തന്നെ ദർശനം കിട്ടി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെയാണ് ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോയത്. അത് മാത്രമല്ല, ഞാനും അമ്മയും മാത്രമായിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വഴിയിലൂടെ നടക്കുമ്പോഴാണ് കുപ്പിവളയുള്ള ഒരു ഷോപ്പ് കണ്ടത്. കുപ്പിവള പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി കുറച്ച് കുപ്പിവളൊക്കെ വാങ്ങിയിട്ടാണ് പിന്നീട് തിരിച്ച് വന്നത്. എനിക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യം മതി എനിക്ക് നല്ല സന്തോഷം തരാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചുറ്റമ്പലത്തിൽ ദേവിയുണ്ട്. അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പൂജാരി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് പ്രസാദവും പഴവും തന്നു. വേറെ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മക്ക് ഉണ്ണിയപ്പത്തിൻ്റെ വഴിപാട് കഴിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചുറ്റമ്പലത്തിന് ചുറ്റും 21 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാന്നുള്ളത്. അപ്പം ഞാനും വിചാരിച്ചു ശരി, ഞാൻ പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനെ ലാസ്റ്റൊക്കെ ആവാറായപ്പോഴുണ്ട് ഒരാൾ വന്നിട്ട് എനിക്ക് ഉണ്ണിയപ്പവും പഴവും തരുന്നു, അമ്മയ്ക്ക് പഴവും കിട്ടി. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് എനിക്ക് ഉണ്ണിയപ്പം കിട്ടി. ചിലർക്ക് ഇത് ഭയങ്കര റാൻഡായിട്ടൊക്കെ തോന്നുമെങ്കിലും എനിക്കിതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ പോയി. കാരണം ധനുമാസത്തിലെ തിരുവാതിരയാണല്ലോ, ശിവന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സമയമാണ്. അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചും കഴിച്ചത്. മമ്മിയൂരപ്പനാണ് ഈ ഗുരുവായൂർക്കുള്ള സ്ഥലം കൊടുത്തേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ കറക്റ്റ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും 2026 നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. ടച്ച് വുഡ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല വർഷമാവട്ടെ.